ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമോൻസ് കിച്ചൺ. അപ്പം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആയി വരണം എന്നെല്ലാം വിചാരിച്ചത്, പക്ഷെ അതൊന്നും നടന്നില്ല, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ എഡിറ്റിങ്ങൊക്കെ നടത്താൻ കുറച്ച് പണിയായി, ടൈം എടുത്തു. അപ്പോൾ ഇന്നലെ എല്ലാവരും അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഓണം ആഘോഷിച്ചോ? എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ, വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ഞാനും ഇതാ ഓണസദ്യയൊക്കെ റെഡിയാക്കി എന്ന് പറയാം. ഓണത്തിന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ് ഈ സദ്യ. നല്ല അടിപൊളി ഓണസദ്യ, ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു ഓണസദ്യയാണ്. 20 കൊല്ലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് തന്നെ പറയാം. 2 കൂട്ടം പായസം, 2 കൂട്ടം പച്ചടി, അടിപൊളി കൂട്ടുകറി, അവിയൽ, പിന്നെ അങ്ങനെ എന്തൊക്കെയാണ് സദ്യയുടെ എല്ലാ ഐറ്റംസും അതിലുണ്ടായിരുന്നു. അടിപൊളിയായി ഇന്നലത്തെ സദ്യ. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ടൈമൊക്കെ അങ്ങനെ എടുത്തത് കൊണ്ട് ഇന്നലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടന്നില്ല, വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് കുറേ ദിവസം മുമ്പ് ഞാൻ എടുത്തൊരു വീഡിയോ. അപ്പോൾ അത് ആ സമയത്തെ മിസ്സായി എന്ന് വിചാരിച്ചതാണ്. ഏമൂൻ്റെ എളാമാൻ്റെ വീട്ടിലുള്ള സമയത്ത് ഉണ്ടാക്കിയപ്പോൾ എടുത്ത വീഡിയോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ട് കാണുന്നില്ല, വീഡിയോ ഒന്നും കാണുന്നില്ല, എല്ലാം മിസ്സായി എന്ന് വിചാരിച്ചു. പക്ഷെ അതിപ്പം റീസ്റ്റോറായി. അപ്പം പിന്നെ എന്തായാലും നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ലേറ്റ് ആയാലും അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ സോയാബീൻ വെച്ചിട്ടുള്ള അടിപൊളി കറിയാണ് കാണിക്കുന്നത്. സോയാബീനും പൊട്ടാറ്റോവും ഇട്ടിട്ട് ഒരു ഇറച്ചിക്കറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം സോയാബീൻ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ആ ഒരു പാർട്ടൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. ഞാനിത് വീട്ടിൽ നിന്ന് മെന്നാന്ന് ഞാൻ സോയാബീൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയ സമയത്ത് കാണിച്ച ആ ഒരു പാർട്ടാണ് കേട്ടോ ഇത്. കുറച്ച് ചൂടുവെള്ളത്തിൽ സോയാബീൻ നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പാർട്ട് മിസ്സായത് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിയ സമയത്തുള്ളത് എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏമുൻ്റെ വീട്ടിൽ നിന്നുള്ള റെസിപ്പിയാണ്. പിന്നെ വേണ്ടതൊരു ഗ്രേവിക്കുള്ള കാര്യങ്ങളാണ്. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, അതിൻ്റെ കൂടെ കുറച്ച് പൊടികൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് എന്തൊക്കെയാണ് എത്രയാണ് എന്നുള്ളത് അന്നേരം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോയാബീൻ, കുതിർത്ത് വെച്ച സോയാബീൻ നന്നായി പിഴിഞ്ഞ് കഴുകിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് മിക്സാക്കി വെക്കാം. പിന്നെ ഇനിയിപ്പം കറി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കറിയിൽ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു മസാല കറി ഉണ്ടാക്കുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് ആ നെയ്യിൽ വാട്ടിയെടുക്കാം. നെയ്യ് മീൻസ് ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. കുറഞ്ഞതൊരു 5 മിനിറ്റ് വാട്ടിയെടുക്കാം. എന്നിട്ട് അത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഇതേ സെയിം പാനിൽ ആ സെയിം ഓയിലിൽ തന്നെ നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സാക്കി വെച്ചിട്ടുള്ള സോയ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. നന്നായി മൊരിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് മൊരിയണമെന്നില്ല. ഇനിയിപ്പോൾ ഇത് രണ്ടും കറിയിൽ കിടന്ന് വെന്ത് വരും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് വേറെ തന്നെ ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉരുളക്കിഴങ്ങായാലും ഈ ഒരു സോയാബീൻ ആയാലും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം സോയാബീനും എണ്ണയിൽ നിന്നങ്ങ് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു സെയിം പാനിൽ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള ഗ്രേവിയൊക്കെ റെഡിയാക്കുന്നത്. അപ്പം എണ്ണ പോരാത്തതിനെ കൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വലിയൊരു ഉള്ളി അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം വലുതാണ് ഞാനെടുത്തത്. മീഡിയം വലിപ്പത്തിലുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 1.5-2 എടുക്കേണ്ടി വരും. സോയാബീൻ ഞാനിപ്പോൾ എടുത്ത കണക്ക് എത്രയാണെന്ന് വെച്ചാൽ സോക്ക് ചെയ്യുന്നതിന് മുമ്പൊരു 1 മുതൽ 1.25 കപ്പ് വരെ സോയാബീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ എരിവിന് വേണ്ടിയിട്ടൊരു 3-4 പച്ചമുളകും കൂടെ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സാക്കിയിട്ട് ഈ സവാള ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കിയിട്ട് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഒന്നുകൂടെ തുറന്നിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം.
ഈ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പൊടികളൊക്കെ എല്ലാത്തിലും പിടിച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു മുളക് പൊടി എന്ന് പറയുന്നത് കാശ്മീരിയും സാദായും മിക്സാക്കി പൊടിപ്പിച്ചിട്ടുള്ള ആ ഒരു പൊടിയാണ്. അതുകൊണ്ട് കളറും ഉണ്ടാവും, അത്യാവശ്യം എരിവും ഉണ്ടാവും. അപ്പോൾ സാദാ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒന്നും എടുക്കണ്ട, അതിൽ കുറച്ച് കുറഞ്ഞിട്ട് എടുത്താൽ മതി. ഇനിയിപ്പം പൊടികളൊക്കെ നന്നായി മിക്സാക്കി ആ ഒരു നല്ല മൂത്ത് വന്ന മണമാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനിയിപ്പം ഗ്രേവി എത്ര വേണോ അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഒരു 2 ഗ്ലാസോളം വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ നന്നായി തിളച്ച് വരണം. മസാലയൊക്കെ എല്ലാത്തിലും പിടിച്ച് എന്താ പറയുക, ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സാക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാഫ് കുക്കേ ആയിട്ടുണ്ടാവും നമ്മൾ മുരിച്ചെടുത്ത സമയത്ത്. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ബാക്കി അങ്ങ് വെന്ത് വരണം. അപ്പോൾ അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോട്ടെ. എന്നിട്ട് നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഈ സോയയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ കറി ഇപ്പം ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ആ സോയ കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് പോരാൻ തോന്നുവാണെങ്കിൽ ഉപ്പ് കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്, നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കണം. എല്ലാത്തിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരണം. പിന്നെ ആ ഒരു ഗ്രേവി എന്തായാലും ഒന്നങ്ങ് തിക്കായി വരികയും ചെയ്യും. അപ്പം ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നന്നായിട്ടൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. സോയയും ഉരുളക്കിഴങ്ങും അതുപോലെ ആ മല്ലീൻ്റെ ടേസ്റ്റും ഒക്കെ ആയപ്പം അടിപൊളിയായി. ഫൈനലി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ടങ്ങ് വിതറി കൊടുക്കാം. കുറച്ച് ഗരം മസാല മുകളിൽ ഒന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം, അടച്ച് വെക്കാം. നമ്മുടെ കറി റെഡിയായി. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സോയ പൊട്ടാറ്റോ മസാല വെജിറ്റേറിയൻസിന് എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വെജിറ്റേറിയൻസിന് മാത്രമല്ല നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഏതിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ. താങ്ക് യു.